നഗരൂർ SHOയ്ക്കെതിരെ അവിടുത്തെ DYFI SFI ഭാരവാഹികൾ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുമ്പിൽ അവരുടെ കാറ് ക്രോസിട്ട് തടയുകയും ചെയ്തു. SHO ഏതായാലും മാന്യമായി പെരുമാറി ഡോറ് തുറന്ന് അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാണാം. തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും കാണാം. കഴിഞ്ഞ ദിവസം അവിടെ വലതുപക്ഷക്കാരുടെ അവരുടെ സംസ്ഥാനതല ജാഥയുടെ അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ പല സ്ഥലത്തും വെച്ചത് അതെല്ലാം DYFI SFIക്കാർ അത് നശിപ്പിച്ചു. അതിനെതിരെ അവിടുത്തെ വലതുപക്ഷത്തെ ആൾക്കാർ പരാതി കൊടുത്തു. അവരെ നശിപ്പിച്ചവർക്കെതിരായിട്ടൊരു നോട്ടീസ് കൊടുക്കാൻ പോയതാണ് SHO. അത് കാറിൽ പോയി. ആ കാറിൽ പോയവർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആയിട്ടുള്ള ഭാരവാഹികളാണ് ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും തെറിവിളിക്കുകയൊക്കെ ചെയ്തത്. കേരളത്തിൽ ഇത് സർവ്വസാധാരണമാണ്. ഏതായാലും പോലീസ് അസോസിയേഷനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും ഭീഷണി നേടുന്ന ഒരു അവസരം തന്നെയാണ്. പോലീസുകാർ ചില പാവങ്ങളെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പോലീസിൻ്റെ നയം അത്ര തൃപ്തികരമല്ല. പോലീസ് രാഷ്ട്രീയപരമായിട്ട് ആരെയും കാണരുത്, അത് പഠിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരോപണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാവും. ഭരണകക്ഷിയെ സഹായിക്കുന്ന രീതിയിലല്ല പോലീസ് പെരുമാറേണ്ടത്. ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് വേണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറാൻ. കഴിഞ്ഞ ദിവസം 2 കള്ളന്മാരെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു. അവരുടെ 2 വീലർമാർ മോഷ്ടിച്ചതാണ്. ആ 2 2 വീലറും പോലീസ് റിക്കവറി ചെയ്തു. പക്ഷേ ഭീകരമായിട്ട് അവരെ മർദ്ദിച്ചു. ആ മർദ്ദനത്തിൻ്റെ ഫലമായി 2 പേരും റിമാൻഡ് ചെയ്തെങ്കിലും അവരിപ്പോൾ ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഒരാൾ ICUവിലാണെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ICUവിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഭീകരമായ മർദ്ദനം അവരെ ഏറ്റു. കാര്യം അവർ ചെറുപ്പക്കാരാണ്, 2 വീലർ മോഷ്ടിച്ചവരാണ്. ആ കോട്ടയ്ക്കകത്തെ ഒരു ബാറിൽ നിന്ന് 2 പേരും 2 വീലർ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച ആൾക്കാർ 2 പേരെയും പോലീസ് പിടിച്ചു. ഒരാളെ കൊച്ചിയിൽ നിന്ന് പിടിച്ചു. എന്തായാലും സാധനം റിക്കവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ കേസുകളുണ്ടെന്നുള്ള ധാരണയിൽ അവരെ പീഡിപ്പിച്ചു. എന്തായാലും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പല സംഭവങ്ങളും നമുക്കറിയാം. കസ്റ്റഡിയെടുത്ത് 2-3 കേസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെ തിരക്കുള്ളൊരു പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ കേരളത്തിലെ അവിടെ വന്നു ചേരുന്ന അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരെ പോലീസ് മാറി ചിന്തിക്കണം. അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടി എടുക്കാൻ പറ്റുമല്ലോ നമുക്ക്. അങ്ങനെ നടപടി എടുക്കുക. ദേഹത്ത് കൈവെക്കരുത്, തെറിയും ചീത്തയും വിളിക്കരുത്. പൊതുജനങ്ങൾക്ക് ഇന്നും ആ ആക്ഷേപം നിൽക്കുന്നുണ്ട്. ചെറിയൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത് കാണിക്കുന്നതെങ്കിലും പോലീസിനാകമാനം അത് തീർച്ചയായിട്ടും വളരെ മോശമായ ഇമേജ് സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് 1-2 ശതമാനക്കാരാണ് ഇതെല്ലാം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5% വരെ ഉള്ളവർ പാർട്ടിയോട് വിധേയത്വം കാണിക്കുമ്പോൾ പല കാര്യങ്ങളും അതിക്രമങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പോലീസ് ചിന്തിക്കരുത്. ഭരണഘടന അനുസരിച്ച് മാത്രം പെരുമാറുക. ഇടതായാലും വലതായാലും മാറി മാറി അധികാരത്തിൽ വരും. അവരുടെ നയം നടപ്പാക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾ നടപ്പാക്കേണ്ടത് ഭരണഘടന അനുസരിച്ചും അതുപോലെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചും വേണം. അത് മുഖം നോക്കാതെ നീതി നടപ്പാക്കാൻ ശ്രമിക്കണം. ഏതായാലും നഗരൂരിലെ കേസ് ഒരു DYSP ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. രതീഷ്, വിഷ്ണു എന്ന 2 DYFIക്കാർ ലോക്കൽ ഭാരവാഹിത്വമുള്ളവരാണ്. 9 പേരാണ് ഈ കൃത്യത്തിലേക്ക് എഴുത്തിച്ചാടി വന്നത്. ഇനി 7 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യണം. അതിശക്തമായ നടപടി എടുക്കുകയേ പറ്റുള്ളൂ. കാരണം ഈ കേസ് അവരെ അറസ്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനകം റിമാൻഡ് ചെയ്യണം. 30 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കണം. കാരണം റിമാൻഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് ട്രയൽ ഫേസ് ചെയ്യാനുള്ള ഒരു അവസരം പോലീസ് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നീതി നടപ്പാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇവരൊക്കെ മര്യാദക്കാരായിട്ട് ഇരിക്കുകയുള്ളൂ. പോലീസിനെതിരായിട്ട് എന്ത് കാണിച്ചാലും നടപടിയില്ല എന്ന് ധരിക്കരുത്. നമുക്കറിയാമല്ലോ, ട്രാവൻകൂർ മാളിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ DYFIക്കാർ 4 പേര് മർദ്ദിച്ച സംഭവം നമുക്കറിയാം. കാരണം അതിലൂടൊന്നും അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ആൾക്കാർ പോകരുത്. അത് നിയമം നടപ്പാക്കുന്ന പോലീസിന് അത് വെല്ലുവിളിയാണ്. പോലീസിന് തീർച്ചയായിട്ടും നമ്മൾ സംരക്ഷണം കൊടുക്കണം. നമ്മൾ കൃത്യമായി പോലീസ് പറയുന്ന അനുസരിക്കണം. കൂടുതൽ വയലൻസിലേക്കൊന്നും രാഷ്ട്രീയക്കാരും അവരുടെ മക്കളും അല്ലെങ്കിൽ SFI, DYFI, KSU അങ്ങനെയുള്ള രാഷ്ട്രീയ സംഘടനകളിലെ ചെറുപ്പക്കാർ അങ്ങനെയൊന്നും പോകരുത്. അതുപോലെയുള്ള ഒരു സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അത് നല്ലതല്ല. ഏത് ഭരണകക്ഷി
ഏത് രാഷ്ട്രീയ കക്ഷി ഭരണത്തിൽ വന്നാലും ശരി, അവർക്കൊക്കെ അത് വെല്ലുവിളികൾ തന്നെയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ശരി, അവരവരെ അണികളെ നിലയ്ക്ക് നിർത്തണം. പോലീസിനെതിരായിട്ട് ഒരിക്കലും നീങ്ങരുത്. പോലീസ് അതിക്രമം കാണിച്ചിട്ടുള്ള നിയമപരമായിട്ട് മാത്രം നീങ്ങി അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. ഏതായാലും ഇനി 7 പേരെയും കൂടെ നഗരൂർ കേസിനകത്ത് അറസ്റ്റ് ചെയ്യാനുണ്ട്. അവർ ചിലപ്പം സറണ്ടർ ആയേക്കും. കൃത്യമായി 30 ദിവസത്തിന് അതിൻ്റെ കുറ്റച്ചാർജ് DYSP കൊടുത്താൽ തീർച്ചയായിട്ടും ഇവരൊക്കെ മര്യാദരാമന്മാരാവും എന്നാണ് ഞാൻ കരുതുന്നത്.